തിരുപ്പതിയിൽ പിച്ചെടുത്ത് ജീവിക്കുന്ന ദേവിക്കും കൂട്ടുകാർക്കും ജോലിയും ഭക്ഷണവും തരാമെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾ കൊണ്ടുപോകുന്നു. ദേവിയോടൊപ്പം ഉണ്ടായിരുന്നത് കേളു, ദിവ്യ, ഗർഭിണിയായ ഖുഷ്ബു എന്നിവരാണ്. അവരെ കൊണ്ടുപോയത് മുംബൈയിലെ വലിയ ബിസിനസ്സുകാരനായ നീരജിന്റെ ആളുകളാണ്. നീരജ് സർക്കാരുമായി ചേർന്ന് എണ്ണ പര്യവേഷണം നടത്തുന്നതിനിടെ ബംഗാൾ ഉൾക്കടലിൽ വലിയൊരു എണ്ണ നിക്ഷേപണം കണ്ടെത്തുന്നു. എന്നാൽ ഇത് രാജ്യത്തിന് നൽകാതെ സ്വന്തം ലാഭത്തിനായി കൈക്കലാക്കാൻ അവൻ തീരുമാനിക്കുന്നു. ഇതിന് അഴിമതിക്കാരനായ പെട്രോളിയം മന്ത്രിക്ക് 1,00,000 കോടി രൂപ കൈക്കൂലി നൽകാൻ നീരജ് തയ്യാറാകുന്നു. ഈ വൻതുക രഹസ്യമായി കൈമാറാൻ ജയിലിൽ കഴിയുന്ന മുൻ CBI ഓഫീസറായ ദീപകിനെ പുറത്തിറക്കുന്നു. കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലായിരുന്ന ദീപകിന്റെ മോചനവും പണവും വാഗ്ദാനം ചെയ്ത് ഈ ജോലി ഏൽപ്പിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കാൻ ആരും സംശയിക്കാത്ത ബിനാമി അക്കൗണ്ടുകൾക്ക് വേണ്ടിയാണ് ദേവിയും കൂട്ടുകാരെയും തിരഞ്ഞെടുത്തത്. ഇവരുടെ പേരിൽ വിദേശത്ത് വ്യാജ കമ്പനികൾ തുടങ്ങി കോടികൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷെ പദ്ധതി വേറെയായിരുന്നു. പണം കൈമാറിയ ശേഷം തെളിവുകൾ ഇല്ലാതാക്കാൻ ഭിക്ഷക്കാരെ കൊല്ലണം. ആദ്യം കേളുവിനെയും ദിവ്യയും അവർ ഇല്ലാതാക്കുന്നു. തന്റെ ഊഴമെത്തിയെന്ന് മനസ്സിലാക്കിയ ദേവ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മുംബൈയിലെത്തിയ ദേവ സെമീറ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവൾ അവനെ സഹായിക്കുന്നു. ഇതിനിടെ നിരപരാധികളെ കൊല്ലുന്ന നീരജിന്റെ ക്രൂരത കണ്ട് ദീപകിന്റെ മനസ്സു മാറുന്നു. താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നു. എന്നാൽ നീരജിന്റെ ആളുകളുമായുള്ള ഏറ്റുമുട്ടലിൽ ദീപക് കൊല്ലപ്പെടുന്നു. ഖുഷ്ബുവും ആക്രമണത്തിൽ മരിക്കുന്നു. പക്ഷെ അവളുടെ കുഞ്ഞിനെ സെമീറ രക്ഷിക്കുന്നു. മരിക്കുന്നതിന് മുൻപ് ദീപക് നീരജിനെതിരെ എല്ലാ തെളിവുകളും ദേവയ്ക്ക് കൈമാറുന്നു. ഇതിനിടെ ദേവ അറിയുന്നു തന്റെ പേരിൽ കോടികൾ ഉണ്ട് എന്ന്. ആ പണം കൊണ്ട് തെരുവിലെ ഭിക്ഷക്കാരുടെ ജീവിതം മാറ്റാമെന്ന് അവൻ തീരുമാനിക്കുന്നു. അവസാനം ദേവയും സെമീറയും ചേർന്ന് നീരജിന്റെ പണം മുഴുവൻ തെരുവിൽ വിതറുന്നു. നീരജിനെ നേരിട്ട് നേരിടുന്ന ദേവ അവസാന പോരാട്ടത്തിൽ അവനെ കൊല്ലുന്നു. അവസാനം ദേവയും സെമീറയും ഖുഷ്ബുവിന്റെ കുഞ്ഞിനെ ദത്തെടുത്ത് കുബേർ എന്ന് പേരിടുന്നു.